ഹലോ, നമസ്കാരം. വിയറ്റ്നാം കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് വിയറ്റ്നാമിൻ്റെ നോർത്ത് മോസ്റ്റ് സൈഡിലുള്ള ഹനോയിൽ നിന്നും ഒരു ഡൊമസ്റ്റിക് എയർലൈനിൽ വിയറ്റ്നാമിൻ്റെ മധ്യഭാഗത്തുള്ള ദനാങ്ങിലെത്തി സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയിടത്ത് വെച്ചാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ദനാങ്ങിൽ തന്നെയുള്ള ഒരു സുന്ദരമായ ബീച്ചും പിന്നെ ബാന ഹില്ലിലേക്കുള്ള യാത്രാമധ്യയുള്ള പെർഫ്യൂം നിർമ്മാണം വിവരിക്കുന്ന ഒരു ഇടത്താവളവും അതിൻ്റെ വിശേഷങ്ങളുമാണ്. ദയവായി ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയിലാണ് നമ്മൾ ഹോട്ടലിലെത്തിയത്. ഇത് അടുത്ത ദിവസം രാവിലെ മോർണിംഗ് വാക്കിനായി ഇറങ്ങിയതാണ്. ഒപ്പം ബീച്ചും കാണാം. നല്ല വൃത്തിയിലും ഭംഗിയിലുമുള്ള തെരുവ്. രാവിലെ ആളുകൾ ധാരാളമായി മോർണിംഗ് വാക്കിനായി ഇറങ്ങിയിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. ഒരു 4 സ്റ്റാർ ബീച്ച് ഹോട്ടൽ. അതാണ് ബലെ മാൻഷൻ. ഇവിടെ മുഴുവൻ വൻകിട ഹോട്ടലുകളാണ്. കൂടാതെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഈ ഭാഗത്ത് ധാരാളമായി ഉണ്ട്. തീരത്തിനും റോഡിനും ഇടയിലുള്ള ഭാഗം ഒരു ഓപ്പൺ സ്ക്വയറായി നിലനിർത്തിയിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് ധാരാളം വൃക്ഷങ്ങളുണ്ട്. തെങ്ങാണ് കൂടുതലായും കാണുന്ന വൃക്ഷം. ഇവിടെ ഒരു കവാടമുണ്ട്. ഓഷ്യൻ ബീച്ച് ക്ലബ് എന്ന ബോർഡുമുണ്ട്. ഇവിടെ ഒരു പബ്ലിക് പ്ലേസ് ആണെന്ന് തോന്നുന്നു. കടലിൽ കുളിച്ചു വരുന്നവർക്കുള്ള ഷവറാണിത്. പബ്ലിക് പ്ലേസ് ആണെങ്കിലും ഷവറിൽ കുളിക്കുന്നതിന് പേയ്മെന്റ് ഉണ്ട്. അതാണ് ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. 50,000 വിയറ്റ്നാം ഡോങ് ആണ് ഒരാളിനുള്ള ഫീ. ഏകദേശം 170 ഇന്ത്യൻ രൂപ. ₹1 295 വിയറ്റ്നാം ഡോങ് കിട്ടും. അതാണ് ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ്. ഇത് കണ്ടോ, ബീച്ചിൽ നിന്ന് കയറി വരുന്നവർ ഇവിടെ കാൽ കഴുകി വൃത്തിയാക്കിയ ശേഷമേ മുകളിലേക്ക് കയറൂ. കാലിൽ പറ്റിയ മണലും മറ്റും കഴുകിക്കളയുന്നതിനുള്ള ഒരു വിദ്യ. ഇതാണ് ദനാങ്ങിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ച്, മൈ കെ ബീച്ച്. അതാണ് ഈ ബീച്ചിന്റെ പേര്. ബക്ക് മൈ ആൻഡ് ബീച്ച് എന്നും ഇതിന് വിളിപ്പേരുണ്ട്. പഞ്ചസാര പോലുള്ള മണലാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത. നല്ല വെളുത്ത ഫൈൻ സാൻഡ്. കാലത്ത് തന്നെ സ്വിമ്മിങ്ങിനും എക്സർസൈസിനുമായി ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. കുറച്ച് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ദൃശ്യങ്ങൾക്ക് പൊലിമ കുറയും. എത്രമാത്രം ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കൂ. സ്ഥലപരിമിതിയാണ് ഈ അമ്പലചുംബികളായ നിർമ്മിതികൾക്ക് കാരണം. വളരെ വീതി കുറഞ്ഞതും എന്നാൽ 20ഉം 30ഉം നിലകളുള്ളതുമായ ഹോട്ടലുകളാണ് മിക്കവയും. അതുപോലെ ധാരാളം റിസോർട്ടുകളും ഈ ബീച്ചിനോടനുബന്ധിച്ചുണ്ട്. ബലെ മാൻഷൻ, ആ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിലെ 15ാം നിലയിലുള്ള ഒരു റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എക്സർസൈസ് ചെയ്യാനും മോർണിംഗ് വാക്കിനും ഓടാനുമൊക്കെ പറ്റിയ ബീച്ച്. കാൽ മണലിൽ താഴ്ന്നു പോകില്ല. അതാണ് ഈ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് നീണ്ടു നിവർന്ന് കിടക്കുന്നു ബീച്ച്. ഈ ബീച്ചിന്റെ ആകെ നീളം 10 കിലോമീറ്ററാണ്. ഈ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും ഫൈൻ സാൻഡും ഈ തീരത്തെ മനോഹരമാക്കുന്നു. നല്ല നീല നിറത്തിലുള്ള വെള്ളം. വലിയ തിരയില്ല.
എന്നാൽ അത്യാവശ്യം തിരയുണ്ട് താനും. അതുകൊണ്ട് ഇവിടെ ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവയ്ക്ക് പറ്റിയൊരു ബീച്ചാണിത്. സ്വിമ്മിങ്ങിന് മാത്രമല്ല, കയാക്കിങ്ങിനും സ്കീയിങ്ങിനും ഒക്കെ പറ്റിയ ഇടം. അതുപോലെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ തീരത്ത് കാണുന്ന പച്ചപ്പ്. മോർണിംഗ് വാക്ക് കഴിഞ്ഞു. ഇനി തിരികെ ഹോട്ടലിലേക്ക്. കടൽ കണ്ട് മതിയായിട്ടല്ല തിരികെ പോകുന്നത്. ഇന്നത്തെ മറ്റു കാഴ്ചകളിലേക്ക് പോകാൻ 9 മണിക്ക് റെഡിയാകണം എന്നാണ് നിർദ്ദേശം. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വിദേശികൾ മാത്രമല്ല, തദ്ദേശീയരും ധാരാളമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ധാരാളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവ തദ്ദേശീയർ എത്തിയതാകാനേ തരമുള്ളൂ. ബീച്ചിനോടനുബന്ധിച്ചുള്ള സ്ക്വയറിൽ ധാരാളം ആളുകൾ കൂട്ടത്തോടെ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. കൂടുതലും സ്ത്രീകൾ. അവർ ഏതോ സോങ്ങിനൊപ്പം എയറോബിക് എക്സർസൈസ് ചെയ്യുന്നു. ഇത് മനോഹരമായ ഒരു പ്രാവിൻ കൂട്. നിറയെ പല നിറത്തിലുള്ള പ്രാവുകൾ മാത്രമല്ല, ഒരുതരം കുരുവികളും കൂട്ടമായി ഇവിടെ കാണുന്നുണ്ട്. മരം നിറയെ അത്തരം കുരുവികളാണ്. അടിപൊളി. തിരികെ നടക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേരെ കണ്ടത്. അവരറിയാതെ അവരെ പിന്തുടരവേ ഇവിടെ ഒരു പ്രത്യേക പന്ത് കളി. വോളിബോളുമല്ല, ഫുട്ബോളുമല്ല, രണ്ടും കൂടെ ചേർന്ന ഒരു പന്ത് കളി. കാലും തലയും ഉപയോഗിച്ചുള്ള ഒരു പരിപാടി. ഇതിനെന്തെങ്കിലും പേരുണ്ടോ എന്തോ? കാണുമായിരിക്കും. അറിയുന്നവർ കമന്റ് ചെയ്യണേ. ഒരു ഹെലികോപ്റ്റർ മുകളിലൂടെ പോകുന്നു. ടൂറിസം പർപ്പസിനുള്ളതാകാനാണ് സാധ്യത. അല്ലാതെ പൊങ്ങച്ചം കാട്ടാൻ വാടകയ്ക്കെടുത്ത കാഴ്ച വസ്തു പോലെ സൂക്ഷിക്കുന്നതാകാൻ തരമില്ല. ബാക്കി പറയുന്നില്ല. ഇതിവിടെ ഒരു അക്വേറിയം. ധാരാളം മീനുകൾ ചില്ലുകൂടുകളിൽ നീന്തി കളിക്കുന്നു. പല തരത്തിലും വലിപ്പത്തിലുമുള്ളവ. പക്ഷെ ഇതൊരു അക്വേറിയം അല്ല, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. സീഫുഡ് റെസ്റ്റോറൻറ്റ്. ഇത്തരം ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. വൈകുന്നേരങ്ങളിലാവും ഇവിടെ ആളുകൾ കൂടുതലായി എത്തുന്നത്. റെസ്റ്റോറൻറ്റിന്റെ പ്രവർത്തനം പുലർച്ചെ വരെ ഉണ്ടാവും. അതിനുശേഷമുള്ള ആളൊഴിഞ്ഞ റെസ്റ്റോറൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ ക്രാബുകളും ലോബ്സ്റ്ററുകളും എന്ന് വേണ്ട കടലിലുള്ള എല്ലാ ജീവികളെയും ഇവിടെ ഭക്ഷണമായി കിട്ടും. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പാകം ചെയ്ത് കിട്ടും. ഇവിടെ വിലകളൊക്കെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല. മറ്റു രാജ്യങ്ങളിലെ, എന്തിന് ഇന്ത്യയിലെ ഇത്തരം ബീച്ച് റെസ്റ്റോറൻറ്റുകളിലുള്ള വിലയുടെ പകുതിയേ ഉള്ളൂ ഈ മത്സ്യങ്ങൾക്ക്. അതും ജീവനുള്ളവ. അല്ലാതെ മാസങ്ങളോളം ഫ്രീസറിൽ വെച്ച് വിഷം കുത്തിവെച്ചവയല്ല ഇവയൊന്നും. ധൈര്യമായി കഴിക്കാം.
വെറൈറ്റി ഞണ്ടുകളും ലോബ്സ്റ്ററുകളും പിന്നെ പാറ്റ പോലുള്ള ചില ജീവികളും. ഈ ഈൽ മത്സ്യവും വിൽക്കാനാണോ എന്തോ. ഇത് കഴിക്കുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഷോയ്ക്കായി പ്രദർശിപ്പിച്ചിട്ടുള്ളതാകും. ഒരുതരം കടൽ പാമ്പ്. ഇവിടെ മറ്റൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെ മുഴുവൻ ഇത്തരം റെസ്റ്റോറൻറ്റുകളാണ്. ഏതായാലും നമുക്ക് ഈ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഐറ്റിനറി പ്രകാരം ദനാങ്ങിൽ ഫ്രീ ടൈം ഇല്ല. അല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. കഴിയുമെങ്കിൽ ഒന്നുകൂടി ഇവിടെ വരണം, ഗ്രൂപ്പ് ടൂർ അല്ലാതെ. എന്നാലേ ഇത്തരം ആക്ടിവിറ്റികൾക്ക് സമയം കിട്ടൂ. ഷാജി മാറ്റി ക്ഷമിക്കണേ. ഫൗണ്ടേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടന ഈ ബീച്ചിനെ ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിവിടുത്തെ വൃത്തിയും സേഫ്റ്റിയും എൻവയോൺമെന്റൽ മാനേജ്മെന്റും ഒക്കെ കണക്കിലെടുത്ത് നൽകിയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഈ ഹോട്ടലിന്റെ എല്ലാ നിലയിലും ചെടികൾ വെച്ച് മോടി പിടിപ്പിച്ചിരിക്കുന്നു. ചെറിയ ചെടികൾ മാത്രമല്ല, വലിപ്പമുള്ള വൃക്ഷങ്ങൾ വരെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഇപ്പോൾ ഞങ്ങളുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനായി നമ്മുടെ ഹോട്ടലിനോടനുബന്ധിച്ചുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഇതൊക്കെയാണ് വിഭവങ്ങൾ. നമ്മുടെ കൂട്ടത്തിലുള്ള മിക്കവാറും എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെഡിയായി ഇന്നത്തെ കാഴ്ചകൾക്ക് പുറപ്പെടാനായി എല്ലാവരും ലോബിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കുന്നിൻ മുകളിലേക്കാണ്, ബാനാ ഹിൽ. അതൊരു ഒന്നൊന്നര സ്ഥലമാണ്. അവിടേക്കുള്ള യാത്രയ്ക്കാണ് നമ്മൾ ഈ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡ് ലിൻ എത്തി. ഒരു സുന്ദരി കുട്ടി, നല്ല മിടുക്കി കുട്ടി. അത് ഇന്നലെ തന്നെ തെളിയിച്ചു. നമ്മൾ ദനാങ് വിടുന്നത് വരെ ഈ പെൺകുട്ടിയാവും നമ്മുടെ ഗൈഡ്. ഇന്നത്തെ കാഴ്ചകൾക്ക് ശേഷം നാളെ രാവിലെ നമ്മൾ ദനാങ് വിടും. ഇവിടെ നിന്ന് ഒരു ഡൊമസ്റ്റിക് എയർലൈനിൽ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകും. ഹോച്ചിമിൻ സിറ്റി വിയറ്റ്നാമിന്റെ സൗത്ത് മോസ്റ്റ് സിറ്റിയാണ്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സിറ്റി. തെരുവ് കച്ചവടം പൊടി പിടിക്കുന്നു. ഐറ്റംസ് എല്ലാം ചാത്തനാണെന്ന് മാത്രം. വിലയോ കുറവ്, ഗുണമോ മെച്ചം. ഇവിടെ ഇങ്ങനെയാണ്. മിക്കവാറും എല്ലാ ഹോട്ടലിന് മുന്നിലും ഇത്തരം കച്ചവടക്കാരുണ്ട്. ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നതും നോക്കി നിൽക്കും. മോശമല്ലാത്ത കച്ചവടവും നടക്കുന്നുമുണ്ട്. എത്ര പേരാണ് ഈ ടൂറിസം കൊണ്ട് ഉപജീവനം നടത്തുന്നതെന്ന് കണ്ടോ.
ലിൻ ഞങ്ങളെ കയ്യിലെടുത്തു കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബാന ഹില്ലിലേക്കാണ്. 1 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. ഇടയ്ക്ക് ഒരു ബ്രേക്ക് പോയിന്റിൽ ഇറങ്ങുകയും ചെയ്യും. ബാന ഹില്ലിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ദനാങ് സിറ്റിയിലൂടെയുള്ള യാത്ര. ഇവിടം ദനാങ് സിറ്റിയുടെ ഒരു ഔട്ട്സ്കർട്ടാണ്. ദനാങ്ങിന്റെ അർത്ഥം ഓപ്പണിംഗ് ഓഫ് ബിഗ് റിവർ അല്ലെങ്കിൽ മൗത്ത് ഓഫ് ബിഗ് റിവർ എന്നൊക്കെയാണ്. ദനാങ് വിയറ്റ്നാമിന്റെ മധ്യഭാഗത്തുള്ള ഒരു സിറ്റിയാണ്. വിയറ്റ്നാമിന്റെ ഒരു പ്രധാനപ്പെട്ട തുറമുഖ നഗരം. ഇവിടെ ഫ്രഞ്ച് കോളനി ആയിരുന്നപ്പോഴാണ് ഇവിടെ ഒരു തുറമുഖം നിർമ്മിക്കപ്പെട്ടത്. ദനാങ്ങിലൂടെ ഒഴുകുന്ന ആ ബിഗ് റിവർ ഹാൻ റിവറാണ്. ദനാങ് നഗരഹൃദയത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ദനാങ്ങിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ബാന ഹിൽ, കിഴക്ക് ഭാഗത്ത് സൗത്ത് ചൈന കടലും. ദനാങ് വിയറ്റ്നാമിലെ 5ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. നമ്മളിപ്പോൾ മുറിച്ചു കടക്കാൻ പോകുന്നത് ഹാൻ നദിയാണ്, അതായത് ആ ബിഗ് റിവർ. ഈ നദിക്ക് കുറുകെ ഇതുപോലുള്ള വേറെയും പാലങ്ങളുണ്ട്, മനോഹരങ്ങളായ പാലങ്ങൾ. അതിലൊന്നാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഡ്രാഗൺ ബ്രിഡ്ജ് നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടിരുന്നു, പക്ഷെ വ്യക്തമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഡ്രാഗൺ ബ്രിഡ്ജ് ദനാങ്ങിന്റെ മാത്രമല്ല വിയറ്റ്നാമിന്റെ തന്നെ ഒരു ഐക്കോണിക് അട്രാക്ഷനാണ്. പാലത്തിന് ഭംഗി കൂട്ടാൻ പണിതിട്ടുള്ള ഡ്രാഗണിന്റെ വായിൽ നിന്നും രാത്രിയിൽ തീ തുപ്പുന്നത് കാണാൻ ധാരാളം ആളുകൾ അവിടെ എത്താറുണ്ട്. ചൈനയാണ് ഈ ഡെവലപ്മെന്റ്സിനെല്ലാം പിന്നിലുള്ള രാജ്യം. ചൈന എങ്ങനെയാണ് ആദ്യം പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഫണ്ട് നൽകി നിർമ്മിച്ചു നൽകും. ഫ്രീ അല്ല, പലിശയ്ക്കാണ് പണം നൽകുന്നത്. ക്രമേണ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ അത്തരം രാജ്യങ്ങളെ അടിച്ചേൽപ്പിക്കും. കുറെ കഴിയുമ്പോൾ ആ രാജ്യം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതി വരും. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത് അതാണ്. ഞങ്ങൾ നേപ്പാളിൽ പോയപ്പോൾ അവിടെയും ചൈന പിടിമുറുക്കിയ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. പറയുന്നത് കമ്മ്യൂണിസമാണെങ്കിലും പ്രവൃത്തി മുഴുവൻ ചൂഷണവും മുതലാളിത്തവും. അതിന് ജയ് വിളിക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ട് എന്നുള്ളതാണ് കഷ്ടം. ഈ ദനാങ് വിയറ്റ്നാമിന്റെ വ്യാവസായിക വിദ്യാഭ്യാസ കേന്ദ്രം കൂടെയാണ്. ധാരാളം വ്യവസായങ്ങൾ ഈ ദനാങ്ങിലുണ്ട്. അതുപോലെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദനാങ്ങിലുണ്ട്. ദനാങ് ഒരു പുരാതന സിറ്റിയാണ്. AD 192 ഇവിടം ഭരിച്ചിരുന്ന ചമ്പ രാജവംശമാണ് ഇവിടെ ഒരു സിറ്റിയായി രൂപപ്പെടുത്തിയത്. ഏകദേശം 1900 വർഷം മുമ്പ് അന്നത്തെ രാജവംശമായ ചമ്പ അവരുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായി ഇവിടെ രൂപപ്പെടുത്തി. 1847 ഫ്രഞ്ചുകാർ ഇവിടെ എത്തുകയും തുടർന്ന് അവർ ഇവിടെ അവരുടെ കോളനിയാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് ഹോച്ചിമിന്റെ നേതൃത്വത്തിൽ വിയറ്റ്നാമിൽ നടന്ന വിപ്ലവാനന്തരമാണ് ഇവിടെ സ്വതന്ത്രമായത്. ദനാങ്ങിലെ അട്രാക്ഷനിൽ പ്രധാനം ബാന ഹില്ലും അവിടെയുള്ള ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജും തന്നെ. കൂടാതെ ഡ്രാഗൺ ബ്രിഡ്ജും ദനാങ്ങിലെ ഒരു പ്രധാന അട്രാക്ഷനാണ്. ദനാങ്ങിന് കിഴക്ക് സിറ്റിയിൽ നിന്ന് 70 കിലോമീറ്റർ മാറി ഒരു പുരാതന ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്, മൈ സൺ ആർക്കിയോളജിക്കൽ സൈറ്റ്. 1000 വർഷത്തെ പഴക്കമുള്ള ഒരു നഗരം. ചമ്പ കിങ്ഡത്തിന്റെ കാലത്ത് പണിത 70ഓളം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഇപ്പോഴുമുണ്ട്. അതിപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിട്ടുമുണ്ട്.
ദനാങ്ങിലെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ മാർബിൾ മൗണ്ടൻ ആണ്. 5 ലൈംസ്റ്റോൺ മലകൾ ചേർന്ന ഒരിടം. ആ മലകൾക്ക് മുകളിലായി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളും ഒളിഗുഹകളും ഒക്കെ ഉണ്ട്. ബാന ഹില്ലിന് മുകളിൽ നിന്നാൽ മാർബിൾ മൗണ്ടൻ കാണാൻ കഴിയും. അത് നമുക്ക് അപ്പോൾ നോക്കാം. ഏഷ്യയിലെ ടോപ്പ് 10 ഡെസ്റ്റിനേഷനുകളിൽ ദനാങ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രബല മതം ക്രിസ്തു മതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധമതം. നമ്മളിപ്പോൾ യാത്രക്കിടയിലുള്ള ബ്രേക്ക് പോയിന്റിലെത്തി. ഒരു പ്രത്യേക മരത്തിൽ തീർത്ത ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും മറ്റും വിൽക്കുന്നവരിടം. ഇവിടെയും എല്ലാം വിശദീകരിക്കാൻ ഒരു ഗൈഡുണ്ട്. നല്ല വാക്ചാതുരിയുള്ള ഒരു ലേഡി. ആ പ്രത്യേക തരത്തിലുള്ള തടിയെക്കുറിച്ച് വിവരിക്കുക മാത്രമല്ല, അവർ ആ തടി കൊണ്ടുണ്ടാക്കിയ ചില ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നത് വിശദീകരിച്ചും തരുന്നുണ്ട്. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു തടി, ചന്ദനം പോലെ വിലപിടിപ്പുള്ള ഒരു മരം, ഇത് ആ മരത്തിന്റെ ഒരു ഭാഗമാണ്. ഈ തടി ആഗർവുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ വുഡ് ഓഫ് ഗോഡ്സ് എന്നും വിളിക്കും. ഇത് അക്വിലേരിയ എന്ന മരത്തിന്റെ തടിയാണ്. ഈ മരത്തിന്റെ തടി ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് പോലെ, നമ്മുടെ ചന്ദനം പോലെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു തടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള തടിക്ക് കിലോഗ്രാമിന് $1,00,000 വരെ വിലയുണ്ട്. അതായത് നമ്മുടെ 80 ലക്ഷം രൂപ. എന്നാൽ ഇതിന് സമാനമായതും തിരിച്ചറിയാൻ കഴിയാത്തതും ക്വാളിറ്റി കുറഞ്ഞതുമായ തടി കിലോഗ്രാമിന് $100 കിട്ടും. അതായത് 8,000 രൂപ. ഈ കാണുന്നതാണ് അക്വിലേരിയ വൃക്ഷം. ഇതൊരു കൂറ്റൻ മരത്തിന്റെ ഫോട്ടോയാണ്. 6 മീറ്റർ മുതൽ 20 മീറ്റർ പൊക്കത്തിൽ വരെ ഈ വൃക്ഷം വളരും. ഉയരത്തിനനുസരിച്ച് വണ്ണവും ഉണ്ടാവും. ഈ മരം സൗത്ത് ഏഷ്യയിലെ പല ഭാഗത്തും വളരുന്നുണ്ട്. ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരം മരങ്ങളുണ്ട്. ഏകദേശം 21 തരത്തിലുള്ള അക്വിലേരിയ മരങ്ങളുണ്ട്. അതിൽ 8-9 എണ്ണം മാത്രമാണ് വൻ വിലയുള്ളവ. അതിന് കാരണം ഈ മരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം റസിനാണ്. ഊതും അത്തറും നിർമ്മിക്കുന്നത് ഈ റസിൻ കൊണ്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ഈ അക്വിലേരിയ മരത്തിന്റെ ഹാർട്ട്വുഡ്, അതായത് തടിയുടെ സെൻട്രൽ പോർഷൻ, ഒരുതരം ഫംഗസ് ബാധ കാരണം കേടാകാൻ തുടങ്ങും. അതിനെ പ്രതിരോധിക്കാൻ മരം തന്നെ ഒരുതരം സുഗന്ധദ്രവ്യം ഉൽപ്പാദിപ്പിക്കും. ഈ സുഗന്ധദ്രവ്യത്തിന്റെ മണം കാരണം തടിയിലുണ്ടാകുന്ന ഫംഗസ് ബാധ ഇല്ലാതാകുന്നു. ഒരുതരം സെൽഫ് പ്രൊട്ടക്ഷൻ മെക്കാനിസം. ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് വരെ ഈ മരത്തിന്റെ ഹാർഡ്വുഡ് സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഇളം നിറത്തിലുള്ളതുമായിരിക്കും. എന്നാൽ ഫംഗസ് ബാധ ഉണ്ടാകുന്നതോടുകൂടി ഉണ്ടാക്കപ്പെടുന്ന സ്രവം കാരണം മരത്തിന്റെ ഹാർഡ്വുഡ് കട്ടിയുള്ളതാവുകയും കടുത്ത കറുത്ത നിറത്തിലുള്ളതാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഹാർഡ്വുഡിൽ നിന്നാണ് ഊതും അത്തറും ഉണ്ടാക്കുന്നതിനുള്ള ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന ഓയിലിന്റെ മണം വൃക്ഷത്തിന്റെ പല ഭാഗത്തും പലതായിരിക്കും. അതായത് ബ്രാഞ്ചുകളിൽ നിന്ന് കിട്ടുന്ന മണമല്ല തായ്തടിയിൽ നിന്ന് ലഭിക്കുന്ന മണം. വേരിൽ നിന്ന് ലഭിക്കുന്നത് മറ്റൊരു മണത്തിലുള്ള സ്രവമായിരിക്കും. പല രീതികളിൽ ഈ ഓയിൽ വേർതിരിച്ചെടുക്കാറുണ്ട്. കോമണായി ഉപയോഗിക്കുന്ന രീതി സ്റ്റീം ഡെസ്റ്റിലേഷൻ ആണ്. അതായത് വാറ്റിയെടുക്കുന്ന രീതി. ഇതിന്റെ തടിക്ക് ഇത്രയും വില വരാൻ കാരണം ഈ മരം മുറിക്കുന്നതിനുള്ള നിയന്ത്രണമാണ്. കൂടാതെ എല്ലാ മരങ്ങളിലും ഇത്തരത്തിലുള്ള ഫംഗസ് ബാധ ഉണ്ടാകാറുമില്ല. ശരാശരി 100 മരമെടുത്താൽ അതിൽ 7 എണ്ണത്തിന് മാത്രമേ ഫംഗസ് ബാധ ഉണ്ടാകാറുള്ളൂ. അതായത് 7% ഫംഗസ് ബാധ നിരക്ക്. ആർട്ടിഫിഷ്യലായി ഫംഗസ് ബാധ ഉണ്ടാക്കാറുണ്ട്.
പക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്ന ഓയിലിന് ഗുണം വളരെ കുറവാണ്. നല്ല ഗുണനിലവാരമുള്ള തടിയാണെങ്കിൽ 70 കിലോഗ്രാം തടിയിൽ നിന്ന് ലഭിക്കുന്നത് 20 മില്ലി ഓയിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഊതിനും അത്തറിനും ഇത്രയും വിലയെന്ന് മനസ്സിലായില്ലേ? തടിയിൽ നിന്ന് ലഭിക്കുന്ന ഓയിൽ മാത്രമല്ല, തടി തന്നെ പലതരത്തിലുള്ള ആഭരണങ്ങളും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അത് ധരിച്ചു നടന്നാൽ മണമുണ്ടാകും എന്നാണ് പറയുന്നത്. അക്ലേരിയ എന്ന മരത്തെ 1995 മുതൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി പരിപാലിച്ചു വരുന്നുണ്ട്. ഇവിടെ ആഗർവുഡിന്റെ പ്രോഡക്ട്സ് മാത്രമല്ല ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പേൾ കൊണ്ടുള്ള ആഭരണങ്ങളും മറ്റ് പേൾ പ്രോഡക്റ്റുകളും വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. വില മാത്രം ചോദിക്കരുത്. ഇത് എനർജി സ്റ്റോൺ ആണെന്നാണ് പറയുന്നത്. ശരിയാണോ എന്നറിയില്ല. ഏതായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സ്റ്റോൺ കൊണ്ടുള്ള ആഭരണങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോൺ വിവിധ വെളിച്ചങ്ങളിൽ വിവിധ കളറുകളിൽ കാണുന്നു എന്നാണ് പറയുന്നത്. ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജിന്റെയും ഡ്രാഗൺ ബ്രിഡ്ജിന്റെയും ഫോട്ടോകളാണിത്. വിവരണങ്ങൾക്ക് ശേഷം അവ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മളെ എത്തിച്ചു. എനിക്കൊന്നും വാങ്ങാനില്ലാത്തതിനാൽ ഞാൻ പുറത്തിറങ്ങി. ഇവിടെ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഷോപ്പുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് ദനാങ് ഹില്ലിലേക്കാണ്. അതൊരു അത്ഭുത പ്രദേശമാണ്. കൂടുതൽ വിവരിക്കുന്നില്ല, നേരിൽ കാണുമ്പോൾ മനസ്സിലാകും. അതിന്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്താം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.